Hi students, ഇത് എല്ലാവരും 10ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കുകയായിരിക്കും. അപ്പം നമ്മുടെ കോമേഴ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനകത്ത് നിങ്ങൾ പഠിക്കുന്നത് കമ്പ്യൂട്ടർ എന്ന ഇലക്ട്രോണിക് ഡിവൈസിനെ കുറിച്ചാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. എൻ്റെ പേര് അജിത്ത് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സോട്ടിക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഒരു ചാപ്റ്ററായ രണ്ടാമത്തെ ചാപ്റ്ററായ കമ്പോണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന ചാപ്റ്റർ പഠിക്കാം. അപ്പം കമ്പോണൻസ് എന്ന് വെച്ചാൽ ഘടകങ്ങളെന്നാണ്. കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഉപകരണത്തിൻ്റെ ഘടകങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അതിലാദ്യം നമുക്ക് കമ്പ്യൂട്ടർ എന്ത് എന്നറിയണം. എന്താണ് കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ? കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ്. കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ഒരു വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണേത് കമ്പ്യൂട്ടർ. എന്തിനാണിത് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വേരിയസ് പർപ്പസ്. നമ്മൾ ചില സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ കാൽക്കുലേഷന് വേണ്ടി നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാറുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷണൽ പരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഏത് ഫീൽഡ് എടുത്താലും ആ ഫീൽഡിൽ ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഉപകരണം അല്ലെങ്കിൽ ഒരു ഡിവൈസാണ് ഏത് ഈ പറയുന്ന കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഡിവൈസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം എവിടെ ഉപയോഗിച്ചാലും ഏത് ഫീൽഡിൽ ഇത് യൂസ് ചെയ്താലും അതിന് ഒരു ഫംഗ്ഷനേ ഉള്ളൂ. അത് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രമാണ്. ആ ഫംഗ്ഷൻ്റെ പേര് ഡേറ്റ പ്രോസസ്സിംഗ് എന്നാണ്. ഡേറ്റ പ്രോസസ്സിംഗ്. അപ്പോൾ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണേത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഡെഫിനേഷൻ നമുക്കിങ്ങനെ പറയാം: കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് യൂസ്ഡ് ഫോർ ഡേറ്റ പ്രോസസ്സിംഗ്. ഡേറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഏത് കമ്പ്യൂട്ടർ. ഡേറ്റ പ്രോസസ്സിംഗ് എന്തെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് തന്നെയാണ്, നിങ്ങൾ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിനകത്തേക്ക് നമ്മൾ ഡേറ്റാസ് സപ്ലൈ ചെയ്യും. അതായത് റാ ഫാക്ട്സ് ആണ് ഡേറ്റാസ് എന്ന് പറയുന്നത്. റാ ഫാക്ട്സ് അതായത് നമ്മൾ റാ ഫാക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക, അസംസ്കൃത വസ്തുക്കൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റാ ഫാക്ട്സ്. അപ്പം ആ റാ ഫാക്ട്സ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്ന ആ റാ ഫാക്റ്റ് നമ്മൾ അങ്ങോട്ട് കമ്പ്യൂട്ടറിനകത്തേക്ക് നമ്മൾ സപ്ലൈ ചെയ്യും. കമ്പ്യൂട്ടർ അതിനകത്ത് ചില ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ചില നോർമലായിട്ടുള്ള ചില ഓപ്പറേഷൻസ്. ആ ഓപ്പറേഷൻസ് പെർഫോം ചെയ്തതിന് ശേഷം അത് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യും? നമുക്കൊരു ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ കൊടുത്തത് ഡേറ്റയാണ് എങ്കിൽ അവിടെ അത് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ പറയുന്നത് എന്തെന്നാണ്? ഇൻഫോർമേഷൻ എന്ന് പറയും. ഇൻഫോർമേഷൻ എന്ന് പറയും. ഇപ്പോൾ കൊടുത്തത് ഡേറ്റയാണ്. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് ഇൻഫോർമേഷനാണ്. അപ്പോഴങ്ങനെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ആ ഡേറ്റയെ ഇൻഫർമേഷനാക്കി മാറ്റുന്നതിന് വേണ്ടി കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസ് അവിടെ ചില ഓപ്പറേഷൻസ് പെർഫോം ചെയ്തിട്ടുണ്ട്. അത്തരം ഓപ്പറേഷൻസിനെ എല്ലാം കൂടി കളക്റ്റീവ്ലി നോൺ ആസ് ഡേറ്റ പ്രോസസ്സിംഗ്. അപ്പോൾ അങ്ങനെയുള്ള ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് ആര്? കമ്പ്യൂട്ടർ. അപ്പോൾ കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് യൂസ്ഡ് ഫോർ ഡേറ്റ പ്രോസസ്സിംഗ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഈ ഉപകരണത്തിന് ഒരു എക്സ്പാൻഷനൊക്കെ ഉണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഉപകരണത്തിന് പറയുന്ന എക്സ്പാൻഷൻ എന്താണ്? കോമൺ ഓപ്പറേറ്റിംഗ് മെഷീൻ പർട്ടിക്കുലർലി യൂസ്ഡ് ഫോർ ടെക്നിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ റിസർച്ച് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന അബ്രിവേഷന് കൊടുത്തിരിക്കുന്ന എക്സ്പാൻഷനാണത്. കോമൺ, സി എന്ന് പറയുന്നത് കോമൺ, ഒ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ്, എം മെഷീൻ, പി പർട്ടിക്കുലർലി, യു യൂസ്ഡ് ഫോർ, ടി ടെക്നിക്കൽ, ഇ എഡ്യൂക്കേഷണൽ, ആർ റിസർച്ച്. അപ്പം കോമൺ ഓപ്പറേറ്റിംഗ് മെഷീൻ പർട്ടിക്കുലർലി യൂസ്ഡ് ഫോർ ടെക്നിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ റിസർച്ച് എന്ന് പറയുന്ന, അതായത് ടെക്നിക്കലും സാങ്കേതികപരമായും വിദ്യാഭ്യാസപരമായും കണ്ടുപിടുത്തങ്ങൾക്കുമൊക്കെ സർവ്വസാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എന്നാണ് അതിൻ്റെ മീനിങ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഡിവൈസിനെ പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ എന്തെന്ന് ചോദിച്ചാൽ ഡെഫിനിഷൻ ഇതാണ്: കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ്. കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് യൂസ്ഡ് ഫോർ
ഡേറ്റ പ്രോസസ്സിംഗ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഡേറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് ആര്? കമ്പ്യൂട്ടർ. ഇങ്ങനെയുള്ള ഈ എന്താ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ, ഡേറ്റ പ്രോസസ്സിംഗ് ഈസ് ദി ഓപ്പറേഷൻസ് പെർഫോംഡ് ടു കൺവേർട്ട്. പെർഫോം ചെയ്യുന്നു എന്തിനു വേണ്ടി? കൺവേർട്ട് ചെയ്യാൻ, മാറ്റാൻ. ആരെ? ഡേറ്റയെ മാറ്റാൻ. എന്തിലേക്ക് മാറ്റാൻ? ഇൻഫർമേഷനിലേക്ക് മാറ്റാൻ. അപ്പോൾ ഡേറ്റയെ ഇൻഫർമേഷനാക്കി മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങളെ, ഓപ്പറേഷൻസിനെ പറയുന്ന പേരാണെന്ത്? ഡേറ്റ പ്രോസസ്സിംഗ്. ദി ഓപ്പറേഷൻസ് യൂസ്ഡ് ഫോർ കൺവേർട്ടിംഗ് ഡേറ്റ ഇൻറ്റു ഇൻഫർമേഷൻ ആർ കാൾഡ് ഡേറ്റ പ്രോസസ്സിംഗ്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഡേറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഇലക്ട്രോണിക് ഡിവൈസിന് പ്രധാനമായും 2 കമ്പോണൻസ് ആണുള്ളത്. എത്ര കമ്പോണൻസ് ആണ്? 2 കമ്പോണൻസ്. അപ്പം there are 2 components for a computer system. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് പ്രധാനമായും 2 കമ്പോണൻസ് ആണുള്ളത്. there are 2 components for a computer system. ഏതൊക്കെയാണ് കമ്പോണൻറ്റ്? കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസിനെ നമ്മൾ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അപ്പോൾ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 2 types. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ എന്നും സോഫ്റ്റ്വെയർ എന്നും കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസിനെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 2 ആയി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ എന്തെന്നറിയാം? ഡേറ്റ പ്രോസസ്സിംഗ് എന്നറിയാം. കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻറ്റ് പറയാം. എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞേ? കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ്. കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. യൂസ്ഡ് ഫോർ ഡേറ്റ പ്രോസസ്സിംഗ്. എന്തിനു വേണ്ടി? ഡേറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് ആര്? കമ്പ്യൂട്ടർ. എന്താണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ? ദ ഓപ്പറേഷൻസ്. ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ പ്രവർത്തനങ്ങൾ. യൂസ്ഡ് ഫോർ കൺവേർട്ടിംഗ്. കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങൾ. ആരെ കൺവേർട്ട് ചെയ്യാൻ? ഡേറ്റയെ കൺവേർട്ട് ചെയ്യാൻ. ഇൻറ്റു ഇൻഫർമേഷൻ. ഡേറ്റയെ എന്താക്കി മാറ്റാൻ? ഇൻഫർമേഷനാക്കി മാറ്റുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പറയുന്ന പേരാണെന്ത്? ഡേറ്റ പ്രോസസ്സിംഗ്. ഈ ഡേറ്റ പ്രോസസ്സിങ്ങിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആദ്യത്തെ ചാപ്റ്റർ, അതായത് ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ ഡേറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഇലക്ട്രോണിക് ഡിവൈസായ കമ്പ്യൂട്ടറിന് എത്ര കമ്പോണൻസ് ആണ്? there are 2 components. എത്ര കമ്പോണൻസ്? 2 കമ്പോണൻസ് ആണ്. ഏതൊക്കെയാണ്? ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ എന്നും സോഫ്റ്റ്വെയർ എന്നും കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസിനെ എത്രയായിട്ട് തിരിക്കാം? 2 ആയി തിരിക്കാം. അതിലെന്താണ് ഹാർഡ്വെയർ? ഹാർഡ്വെയർ എന്ന് വെച്ചാൽ നിങ്ങൾ കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഡെസ്ക് ടോപ്പ് സിസ്റ്റം. ഡെസ്ക് ടോപ്പ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ ഇരിക്കുന്ന 2 ടൈപ്പാണ്. ഡെസ്ക് ടോപ്പ് എന്ന് വെച്ചാൽ ഡെസ്കിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകളെ പറയുന്ന പേരാണ് ഡെസ്ക് ടോപ്പ്. ലാപ്ടോപ്പ് വെച്ചാൽ ലാപ്പിൽ വെച്ച് പ്രവർത്തിക്കുക, അതായത് നമ്മൾ മടിയിൽ വെച്ച് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടറുകളെ പറയുന്ന പേരാണെന്ത്? ലാപ്ടോപ്പ്. ഇനി നമ്മളെ കയ്യിൽ വെച്ചാണ് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന പാം ടോപ്പ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള കമ്പ്യൂട്ടറുണ്ട്. അപ്പോൾ ഡെസ്ക് ടോപ്പ് സിസ്റ്റം നിങ്ങൾ കൂടുതലും കണ്ടിട്ടുള്ള ഡെസ്ക് ടോപ്പ് സിസ്റ്റങ്ങളാണ്. അപ്പോൾ ഡെസ്ക് ടോപ്പ് സിസ്റ്റം നോക്കിയാൽ നമുക്കറിയാം എന്തൊക്കെ ഉണ്ടാകും അതിനകത്ത്. ഒരു TV പോലെ കാണുന്ന ഒരു ഭാഗമുണ്ടാകും. അതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? മോണിറ്റർ എന്നാണ്. മോണിറ്റർ എന്ന് പറയും. മോണിറ്റർ. പിന്നെന്തുണ്ട്? പിന്നെ ഒരു ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബോർഡുണ്ട്. അതിനെ പറയുന്ന പേരാണെന്ത്? കീബോർഡ്. പിന്നെന്താണ്? എലി പോലിരിക്കുന്ന സാധനം, നമുക്ക് സെലക്ഷനും മറ്റുമൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്. അതിനെ പറയുന്ന പേരാണെന്ത്? മൗസ്. പിന്നെ ഒരു പെട്ടി കണക്കിരിക്കുന്ന ഒരു സാധനമുണ്ട്. അതിനെ പറയും CPU എന്ന് പറയും. CPU മീൻസ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന കമ്പ്യൂട്ടറിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ഈ ഭാഗങ്ങളെല്ലാം പ്രത്യേകം എന്താണ്? ഒരു മോണിറ്റർ കണ്ടാൽ ആ മോണിറ്ററിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തൊട്ട് നോക്കാം. മോണിറ്റർ തൊട്ട് നോക്കിയിട്ട് നമുക്ക് പറയാം മോണിറ്ററാണെന്ന്. അതല്ല, കീബോർഡ് തൊട്ട് നോക്കിയിട്ട് നമുക്ക് പറയാം കീബോർഡാണെന്ന് പറയാൻ പറ്റും. മൗസ് നമുക്ക് തൊട്ട് നോക്കാൻ പറ്റും. CPU നമുക്ക് തൊട്ട് നോക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് സ്പർശിച്ചറിയാൻ കഴിയുന്ന ഉപകരണങ്ങളുണ്ട്. സ്പർശിച്ചറിയാന്ന് വെച്ചാൽ ദ എലമെൻറ്റ്സ് ദാറ്റ് വൺ ക്യാൻ സീ, ടച്ച് ഓർ ഫീൽ. സീ എന്ന് വെച്ചാൽ കാണുക, ടച്ച് തൊടുക, ഫീൽ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണുവാനും സ്പർശിക്കുവാനും അതുപോലെ തന്നെ അറിയുവാനുമൊക്കെ കഴിയുന്ന, കണ്ട് സ്പർശിച്ചറിയാൻ കഴിയുന്ന, അതിനെല്ലാം കൂടി ചേർത്ത് നമ്മൾ പറയുന്ന ഒറ്റ വേർഡാണെന്ത്? ടാഞ്ചിബിൾ എലമെൻറ്റ്സ് എന്ന് പറയും. ടാഞ്ചിബിൾ എലമെൻറ്റ്സ്. ടാഞ്ചിബിൾ എലമെൻറ്റ്സ് മീൻ ദി എലമെൻറ്റ്സ് ദാറ്റ് വൺ ക്യാൻ സീ, ടച്ച് ഓർ ഫീൽ. സ്പർശിച്ച്
തൊട്ട് നോക്കി നമുക്ക് അറിയാൻ കഴിയുന്ന ഘടകങ്ങൾ, അതിനെല്ലാം കൂടി ചേർത്ത് പറയുന്ന പേരാണെന്ത്? ടാഞ്ചിബിൾ എലമെൻറ്റ്സ്. ഈ ടാഞ്ചിബിൾ എലമെൻറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആർ കാൾഡ് ഹാർഡ്വെയർ. ഇങ്ങനെ തൊട്ട് നോക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടറിൻ്റെ ഘടകങ്ങളെ പറയുന്ന പേരാണെന്ത്? ഹാർഡ്വെയർ എന്ന് പറയും. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് നമുക്ക് സ്പർശിച്ചറിയാൻ കഴിയുന്ന, തൊട്ട് നോക്കാൻ കഴിയുന്ന ഘടകങ്ങളെ എല്ലാം കൂടി ചേർത്ത് പറയുന്ന പേരാണെന്ത്? ഹാർഡ്വെയർ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു പേര് പറയാം, ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് കാൾഡ് ഹാർഡ്വെയർ. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഫിസിക്കലായിട്ട് നമുക്ക് പുറമേ നിന്ന് കാണാൻ, നമുക്ക് കണ്ടറിയാൻ പറ്റുന്ന ഘടകങ്ങൾ, അതിനെ പറയുന്ന പേരാണെന്ത്? ഹാർഡ്വെയർ. അപ്പോൾ ഈ എഴുതിയ, നിങ്ങൾക്കറിയാവുന്ന കമ്പ്യൂട്ടറിൽ ഞാൻ എഴുതിയ ഈ 4 ഭാഗങ്ങൾ, മോണിറ്റർ, കീബോർഡ്, മൗസ്, CPU, ഇതിലെല്ലാം നമുക്ക് സ്പർശിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഏതിന് എക്സാമ്പിളാണ്? ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഹാർഡ്വെയർ. ഏതിന് എക്സാമ്പിളാണ്? ഹാർഡ്വെയറിന് എക്സാമ്പിളാണ്. അപ്പം ഹാർഡ്വെയർ എന്ന് വെച്ചാൽ എന്ത് പറയും? ഫിസിക്കൽ എലമെൻറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഓർ ഫിസിക്കൽ കമ്പോണൻസ് ഓർ tangible elements. Tangible means the elements that one can see, touch or feel. See, touch or feel. അപ്പോൾ അങ്ങനെ കണ്ടറിയാൻ കഴിയുന്ന, സ്പർശിച്ചറിയാൻ കഴിയുന്ന, നിങ്ങളിപ്പോൾ ഒരാൾ, നിങ്ങൾ കണ്ണ് കെട്ടിയിട്ട് അല്ലെങ്കിൽ കണ്ണ് മറച്ചിട്ട് നിങ്ങളൊരു ലാബിലേക്ക് കടത്തി വിട്ടിട്ട് കമ്പ്യൂട്ടറിനകത്തുള്ള ഘടകങ്ങളെ തൊട്ട് നോക്കി പറയാൻ പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായി മോണിറ്ററിനെ തൊട്ട് നോക്കിയിട്ട് നിങ്ങൾ പറയും മോണിറ്റർ എന്ന് പറയും. കീബോർഡിൽ സ്പർശിച്ച് നോക്കിയിട്ട് നിങ്ങൾ പറയും കീബോർഡ് എന്ന് പറയും. മൗസ് നമ്മൾ പിടിച്ച് നോക്കിയിട്ട് നമ്മൾ പറയും മൗസ് എന്ന് പറയും. അതുപോലെ തന്നെ CPU സ്പർശിച്ച് നോക്കിയിട്ട് നമ്മൾ CPU എന്ന് പറയും. പിന്നെയുണ്ട് ഒരുപാട് കമ്പോണൻറ്റ്. എന്നാലും ഈ പറയുന്ന നമ്മൾ ജനറലായിട്ട് കാണുന്ന ഈ 4 കമ്പോണൻറ്റ് ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ നമ്മൾ പറയാനുള്ള കാര്യം എന്താണ്? നമ്മൾ സ്പർശിച്ച് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. അങ്ങനെ സ്പർശിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അത്തരം ഘടകങ്ങളെ, അത്തരം കമ്പോണൻസുകളെ പറയുന്ന പേരാണെന്ത്? ഹാർഡ്വെയർ എന്ന് പറയുന്നത്. പറയും ഹാർഡ്വെയർ, ദ എലമെന്റ്സ് ദാറ്റ് വൺ ക്യാൻ സീ, ടച്ച് ഓർ ഫീൽ. ഓർ ഇതിനെല്ലാം കൂടി ചേർത്ത് നമുക്ക് എന്ത് പേര് പറയാം? ടാഞ്ചിബിൾ എലമെന്റ്സ്. ടാഞ്ചിബിൾ എലമെന്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് കാൾഡ് ഹാർഡ്വെയർ. അല്ലെങ്കിൽ എന്താണ് ഡെഫിനിഷൻ? ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് കാൾഡ് ഹാർഡ്വെയർ. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ കമ്പോണൻസിനെ പറയുന്ന പേരാണെന്ത്? ഹാർഡ്വെയർ. എക്സാമ്പിൾ ചോദിച്ചാൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ പാഠത്തിനകത്ത് പഠിക്കുന്ന ഒരുപാട് ഹാർഡ്വെയർ ഉണ്ട്. അതൊന്നും കൂടാതെ നിങ്ങൾക്കറിയാവുന്ന എക്സാമ്പിളുകളാണ് ഞാൻ ഈ പറഞ്ഞത്. മോണിറ്ററുണ്ട്, കീബോർഡുണ്ട്, മൗസ് ഉണ്ട്, CPU ഉണ്ട്, ഇനിയുണ്ട് ഒരുപാട് ഉപകരണങ്ങൾ. നിങ്ങളൊക്കെ ഈ ഗെയിമൊക്കെ കളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ജോയിസ്റ്റിക്ക് എന്ന് പറയുന്നൊരു ഡിവൈസ് ഉണ്ട്. അത് അതിന് എക്സാമ്പിളാണ്. ഈ പറയുന്ന ഹാർഡ്വെയറിന് എക്സാമ്പിളാണ്. നമ്മൾ ഈ പറയുന്ന പ്രിൻ്റ് എടുക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന പ്രിൻ്ററുണ്ട്. അതും അതിന് എക്സാമ്പിളാണ്. ഈ ഹാർഡ്വെയറിന് എക്സാമ്പിളാണ്. സ്കാൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്കാനറുണ്ട്. ഏതിന് എക്സാമ്പിളാണ്? ഹാർഡ്വെയറിന് എക്സാമ്പിളാണ്. ഇനി നമ്മൾ ആ CPU എന്ന് പറയുന്ന ആ ഉപകരണം നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ബോർഡ് കണക്കിരിക്കുന്ന ഒരു സാധനമുണ്ട്. ആ ബോർഡിനെ പറയുന്ന പേര് മദർ ബോർഡ് എന്നാണ്. എന്ന് പറയും മദർ ബോർഡ്. ആ മദർ ബോർഡിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അതിനകത്ത് ആ കണക്ട് ചെയ്തിരിക്കുന്ന സാധനങ്ങളിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഞാനിവിടെ എഴുതിയിട്ടിരിക്കുന്ന പ്രോസസ്സർ. ആ പ്രോസസ്സർ എന്ന് പറയുന്നത് നമുക്ക് തൊട്ട് നോക്കാൻ പറ്റും. അതൊരു ഹാർഡ്വെയർ ആണ്. അപ്പം അങ്ങനെ കമ്പ്യൂട്ടറിനകത്ത് ഒരുപാട് ഈ പറഞ്ഞ നമുക്ക് സ്പർശിച്ചറിയാൻ കഴിയുന്ന ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെ എല്ലാം കൂടി ചേർത്ത് പറയുന്ന കമ്പോണൻറ്റിൻ്റെ പേരാണെന്ത്? ഹാർഡ്വെയർ. അപ്പം ദ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു എത്ര ടൈപ്സ്? 2 ടൈപ്സ്. ഏതൊക്കെയാണ്? ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ എന്നും സോഫ്റ്റ്വെയർ എന്നും കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസിനെ എത്രയായിട്ട് തിരിക്കാം? 2 ആയിട്ട് തിരിക്കാം. എന്താണ് ഹാർഡ്വെയർ? ഫിസിക്കൽ എലമെന്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഓർ ഫിസിക്കൽ കമ്പോണൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫിസിക്കൽ എലമെന്റ്സ് എന്ന് പറയാം. ഓർ ടാഞ്ചിബിൾ എലമെന്റ്സ്. എന്താണ് ടാഞ്ചിബിൾ എന്ന് വെച്ചാൽ? സീ, ടച്ച് ഓർ ഫീൽ. സീ, ടച്ച് ഓർ ഫീൽ. അപ്പോൾ അങ്ങനെ കണ്ട് സ്പർശിച്ചറിയാൻ കഴിയുന്ന ഘടകങ്ങൾ. ആ ടാഞ്ചിബിൾ എലമെന്റ്സ് ഓർ ഫിസിക്കൽ എലമെന്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് കാൾഡ് ഹാർഡ്വെയർ. എക്സാമ്പിൾ പറഞ്ഞതായിരുന്നു. ഇനി അടുത്ത കമ്പോണൻ്റ് ഏതാണ്? സോഫ്റ്റ്വെയർ ആണ്. എന്താണ് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ? പേര് തന്നെ സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ എന്താണ് സോഫ്റ്റ്വെയർ? ഈ ഹാർഡ്വെയർ വെറുതെ നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങി വെച്ചു, അതിനകത്ത് ഈ പറഞ്ഞ ഹാർഡ്വെയർ എല്ലാം ഉണ്ട്, നമ്മളും ഉണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് പ്രവർത്തികളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് പ്രവർത്തികൾ ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിലുള്ള ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കണം. നമുക്കറിയാവുന്ന ഇൻസ്ട്രക്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ആ ഇൻസ്ട്രക്ഷൻ കമ്പ്യൂട്ടറിനകത്ത് ചെല്ലുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടറിന് അറിയാവുന്ന ഇൻസ്ട്രക്ഷനായി മാറിക്കോളും. അതുകൊണ്ട് അത് കുഴപ്പമില്ല. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ, ആ ഇൻസ്ട്രക്ഷനെ ആ കമ്പ്യൂട്ടറിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അത്തരം ഇൻസ്ട്രക്ഷൻസിനെ പറയുന്ന പേരാണെന്ത്? സോഫ്റ്റ്വെയർ. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് യൂസ്ഡ് ടു പെർഫോം എ ടാസ്ക് യൂസിങ് കമ്പ്യൂട്ടർ ഈസ് കാൾഡ് സോഫ്റ്റ്വെയർ. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആർ കാൾഡ് സോഫ്റ്റ്വെയർ. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് ഒരു ജോലി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേരാണെന്ത്?
ജോലി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷനുകളെ പറയുന്ന പേരാണെന്ത്? സോഫ്റ്റ്വെയർ. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? നിർദ്ദേശങ്ങൾ എന്നാണ്. ഒരു കൂട്ടം നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി? ടാസ്ക് ചെയ്യാൻ വേണ്ടി. ടാസ്ക് എന്ന് വെച്ചാൽ ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടി കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്ന അത്തരം ഇൻസ്ട്രക്ഷൻസിനെ പറയുന്ന പേരാണെന്ത്? സോഫ്റ്റ്വെയർ എന്ന് പറയും. ഈ പാഠത്തിനകത്ത് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സോഫ്റ്റ്വെയറുകളെ കുറിച്ച് പഠിക്കും. അപ്പം നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാം. ഇപ്പം നമുക്ക് ഹാർഡ്വെയറിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ എന്താണ് ഹാർഡ്വെയർ എന്ന് വെച്ചാൽ? ഫിസിക്കൽ കമ്പോണൻസ് ഓർ ടാഞ്ചിബിൾ എലമെൻറ്റ്സ്. ഫിസിക്കൽ കമ്പോണൻസ് ഓർ ടാഞ്ചിബിൾ എലമെൻറ്റ്സ് ഓർ ടാഞ്ചിബിൾ കമ്പോണൻസ് എങ്ങനെ വേണം പറയാം? അല്ലെങ്കിൽ ഫിസിക്കൽ എലമെൻറ്റ്സ് ഓർ ടാഞ്ചിബിൾ എലമെൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പറയാം. ഫിസിക്കൽ എലമെൻറ്റ്സ് ഓർ ടാഞ്ചിബിൾ എലമെൻറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് കാൾഡ് ഹാർഡ്വെയർ. അപ്പോൾ കമ്പ്യൂട്ടറിലെ ആദ്യത്തെ ഹാർഡ്വെയറിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഹാർഡ്വെയർ ഏതാണ്? പ്രോസസ്സർ എന്നാണ് അതിൻ്റെ പേര്. എന്ന് പറയും പ്രോസസ്സർ എന്നാണ് പറയുന്നത്. പ്രോസസ്സർ എന്ന് പറയാനുള്ള കാര്യം എന്താണ്? പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഉപകരണം. എന്ത് പ്രോസസ്സിങ്? നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞതാണ് ഡേറ്റ പ്രോസസ്സിങ്. നമ്മൾ ഈ ഡേറ്റ പ്രോസസ്സിങ്ങിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ ഒക്കെ ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിനെ സഹായിക്കുന്ന ആ ഒരു ഘടകത്തെ പറയുന്ന പേരാണെന്ത്? പ്രോസസ്സർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയും. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷൻ. ഒരു കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്ന എല്ലാ കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ചാൽ എന്താണ്? കാൽക്കുലേറ്റിംഗ് എന്നാണ്. കമ്പ്യൂട്ടർ എന്ന വേർഡ് തന്നെ ഉണ്ടായിരിക്കുന്ന കമ്പ്യൂട്ട് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന വേർഡ് ഉണ്ടായത്. എന്താണ് കമ്പ്യൂട്ട് മീൻസ് കാൽക്കുലേഷൻ എന്നാണ്. ഇപ്പോൾ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം അതാണ് കമ്പ്യൂട്ടർ. അപ്പോൾ അതുപോലെ ഇവിടെ എന്താണ് പറഞ്ഞത്? ഓൾ കമ്പ്യൂട്ടിംഗ് മീൻസ് കാൽക്കുലേറ്റിംഗ് അല്ലെങ്കിൽ കാൽക്കുലേഷൻ. എല്ലാ കാൽക്കുലേഷനുകളും. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് മീൻസ് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഓപ്പറേഷൻസ്. തീരുമാനങ്ങൾ എടുക്കുക. എന്താണ് തീരുമാനങ്ങൾ എന്ന് വെച്ചാൽ? ഇപ്പം നിങ്ങളുടെ തന്നെ ക്ലാസ്സിലിരിക്കുമ്പോഴത്തേക്ക് ഒരു കുട്ടി നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വിൽ യു ഗീവ് മി യുവർ പെൻ? നിങ്ങളെ പേന എനിക്ക് തരുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിന് ആൻസർ പറയുന്ന രണ്ട് ആൻസറാണ്. ഏതർ എസ് ഓർ നോ. ഒന്നുകിൽ തരുമെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. അപ്പോൾ അവിടെ അതിന് ആ ഒരു ഓപ്പറേഷൻ എസ് ഓർ നോ ഓർ ട്രൂ ഓർ ഫാൾസ്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പറേഷൻസിനെ പറയുന്ന പേരാണെന്ത്? ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷനുകളും അതുപോലെ തന്നെയുള്ള കമ്പ്യൂട്ടിംഗ് ഓപ്പറേഷനും കാൽക്കുലേഷനുമൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഉപകരണമാണ് ഏത്? പ്രോസസ്സർ. അതാണ് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സെൻറ്റൻസ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷൻ. എല്ലാ കമ്പ്യൂട്ടിങ്ങും ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉപകരണത്തെ പറയുന്ന പേരാണെന്ത്? പ്രോസസ്സർ. അപ്പോൾ പ്രോസസ്സർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷൻസ്. ഇനി നമുക്കറിയാം ഇതിനെ അറിയപ്പെടുന്നത് തന്നെ ഇറ്റ് ഈസ് നോൺ ആസ് ദി ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ എന്നാണ് പറയുന്നത്. ബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ബ്രെയിൻ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ തലയിൽ നമ്മുടെ പ്രോസസ്സിങ് ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത് തലച്ചോറിനകത്താണ്. നിങ്ങൾ ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗങ്ങളൊക്കെ. അപ്പോൾ അതിനകത്ത് ആ പ്രോസസ്സിങ് നടക്കുന്ന തലച്ചോറിനകത്താണ്. അതുപോലെ ഈ കമ്പ്യൂട്ടറിനകത്ത് ഈ പ്രോസസ്സിങ്ങും ഈ ഓപ്പറേഷൻസും എല്ലാം നടക്കുന്നത് എന്തിനകത്താണ്? ഈ പ്രോസസ്സർ എന്ന് പറയുന്ന ഡിവൈസിനകത്താണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിനെ എന്നറിയപ്പെടും? ബ്രെയിൻ എന്നറിയപ്പെടും. ബ്രെയിൻ എന്ന് വെച്ചാൽ തലച്ചോറ് എന്നറിയപ്പെടും. അപ്പോൾ എന്താണ് നമ്മുടെ തലച്ചോറിൻ്റെ പ്രത്യേകത? നമ്മുടെ ഒരു ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ അതിനെ നിർദ്ദേശങ്ങൾ തരികയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യ ശരീരത്തിൽ തലച്ചോറിൻ്റെ ഉപയോഗം. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇറ്റ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ദി വർക്കിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു മനുഷ്യനെ പോലെ കരുതിയാൽ മതി. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ആരാണ്? ബ്രെയിനാണ്. ഒരാൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ബ്രെയിനാണ്. അപ്പം നമ്മൾ അവയവം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ബ്രെയിനാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിലും ഈ പ്രോസസ്സർ എന്ന് പറയുന്ന ഈ ഹാർഡ്വെയർ ഡിവൈസാണ് എന്ത് ചെയ്യുന്നത്? ഇറ്റ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്സ്. കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ആരുടെ വർക്കിങ്ങിനെ? വർക്കിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ. അപ്പോൾ അതാണ് രണ്ടാമത്തെ സെൻറ്റൻസ്. ഇറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ദി വർക്കിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങിനെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? പ്രോസസ്സറാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു പ്രോസസ്സർ ഈസ് റെസ്പോൺസിബിൾ ഫോർ all computing and decision making operation. It control and coordinates the working of a computer.
അടുത്ത എന്താണ് ഇതെന്ന് പറയുന്നത്? ഇതൊരു IC ചിപ്പാണ്. IC ചിപ്പ് എന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയാം ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ് കേട്ടിട്ടുണ്ട് നിങ്ങൾ, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ്. അപ്പോൾ ഇതൊരു IC ചിപ്പാണ്. എന്താണ് ഈ IC ചിപ്പിൻ്റെ പ്രത്യേകത? IC ചിപ്പിനകത്ത് ഒരുപാട് കമ്പോണൻസ് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. അതിനകത്ത് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, റെസിസ്റ്റേഴ്സ് ഉണ്ട്, കപ്പാസിറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ പല കമ്പോണൻസ് ഉണ്ട്. ഇൻഡക്ടർ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഇലക്ട്രോണിക് കമ്പോണൻസുകളും അതിനകത്ത് വരും, ഒരു IC ചിപ്പിനകത്ത് വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു IC ചിപ്പാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ്സർ ഈസ് ആൻ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ് ഓർ IC ചിപ്പ് വിച്ച് കണ്ടെയ്ൻ മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് അതർ കമ്പോണൻസ്. ഒരു കോടിക്കണക്കിന് ട്രാൻസിസ്റ്ററുകളും മറ്റ് കമ്പോണൻറ്റുകളും ഏതിനകത്തുണ്ട്? ഈ പറയുന്ന ഈ IC ചിപ്പിനകത്തുണ്ട്. എവിടെ കണക്ട് ചെയ്തിരിക്കും? ഫാബ്രിക്കേറ്റഡ് ഇൻറ്റു എ സിംഗിൾ സിലിക്കൺ ചിപ്പ്. ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിനകത്ത് എന്ത് ചെയ്ത് വെച്ചിരിക്കുന്ന, ഫാബ്രിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് അതർ കമ്പോണൻസ് ആയുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ് എന്ന് പറയുന്നത് പ്രോസസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണെന്ത്? പ്രോസസ്സർ. അപ്പോൾ പ്രോസസ്സർ ചോദിച്ചാൽ പ്രോസസ്സർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷൻ. ഇറ്റ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്സ് ദി വർക്കിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഇറ്റ് ഈസ് ആൻ IC ചിപ്പ് ഓർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ് which contains millions of transistors and other components fabricated into a single silicon chip. ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിനകത്ത് ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ട്രാൻസിസ്റ്ററുകളും മറ്റ് കമ്പോണൻറ്റുകളും ചേർന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പാണ് എന്ന് പറയുന്നത് പ്രോസസ്സർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് കമ്പോണൻറ്റുകൾ അടങ്ങിയ ഒരു ഘടകമാണെങ്കിലും ഇത് കാണാൻ വളരെ ചെറിയ ഒരു കമ്പോണൻ്റാണ്, വളരെ ചെറിയ ഒരു സാധനമായതുകൊണ്ട് നിങ്ങൾ തന്നെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ചെറിയ കമ്പോണൻ്റ് ആയതുകൊണ്ട് ഇതിനെ അറിയപ്പെടുന്ന വേറൊരു പേര്, ഇറ്റ് ഈസ് ആൾസോ റെഫേർഡ് ആസ് മൈക്രോ പ്രോസസ്സർ എന്ന് പഠിച്ചിട്ടുണ്ട്. മൈക്രോ പ്രോസസ്സർ, മൈക്രോസ്കോപ്പ് കണ്ടുണ്ട്, ചെറിയ ജീവികളെയൊക്കെ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളൊക്കെ വലുതാക്കി കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത് മൈക്രോസ്കോപ്പ്. സയൻസ് ലാബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള സാധനമാണ്. അതുപോലെ ഇവിടെ ഇത് വളരെ ചെറിയ ഒരു പ്രോസസ്സറാണ്, വളരെ ചെറിയ ഒരു സാധനമായതുകൊണ്ട് തന്നെ നമ്മൾ CPU തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് കാണാൻ പറ്റും ഒരു ഫാൻ ഇരിപ്പുണ്ട്. ആ ഫാനിൻ്റെ അടിയിലിരിക്കുന്ന വളരെ ചെറിയ ഒരു കമ്പോണൻ്റാണ് ഇത് ഈ പ്രോസസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ ചെറുത് എന്നുള്ളത് കൊണ്ടാണ് അതിന് മൈക്രോ എന്ന് പറഞ്ഞത്. നമ്മൾ സിം കാർഡിൽ തന്നെ കാണുന്നുണ്ട്, നോർമൽ സിം ഉണ്ട്, മൈക്രോ സിം ഉണ്ട്, ഇപ്പോൾ നാനോ സിമ്മും ഉണ്ട്. മൈക്രോ എന്ന് പറയുമ്പോൾ നാനോ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ചെറുതാണ്, മൈക്രോ എന്ന് പറയുമ്പോൾ ഇത്തിരി കൂടെ വലുത്. അപ്പോൾ അങ്ങനെ മൈക്രോ എന്ന് വെച്ചാൽ ചെറുതെന്നാണ്. അപ്പോൾ ചെറിയ ഒരു പ്രോസസ്സർ, അതുകൊണ്ടാണ് അതിന് ചെറിയ സാധനമായതുകൊണ്ട് ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് എന്ത്? മൈക്രോ പ്രോസസ്സർ എന്നറിയപ്പെടും, മൈക്രോ പ്രോസസ്സർ എന്നറിയപ്പെടും. അപ്പോൾ ഇതാണേത്? ഒന്നാമത്തെ ഹാർഡ്വെയർ കമ്പോണൻ്റായ പ്രോസസ്സർ. അപ്പോൾ അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ട്? ഒരുപാട് കമ്പ്യൂട്ടറൊക്കെ പരസ്യങ്ങളിലും ഉള്ളവർക്കൊക്കെ അറിയാം. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സർ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കമ്പനിയുടെ പേരാണ് ഇൻറ്റൽ എന്നാണ് ആ കമ്പനിയുടെ പേര്, ഇൻറ്റൽ. അപ്പോൾ ആ ഇൻറ്റലിൻ്റെ തന്നെ പലതരത്തിലുള്ള പ്രോസസ്സറുണ്ട്. കോർ i3 എന്ന് പറഞ്ഞൊരു പ്രോസസ്സറുണ്ട്, കോർ i5 ഉണ്ട്, കോർ i7 ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇൻറ്റൽ കോർ i3, ഇൻറ്റൽ കോർ i7, ഇൻറ്റൽ കോർ i5 ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഈ പറയുന്ന മൈക്രോ പ്രോസസ്സറിന് എക്സാമ്പിളാണ്. അതുപോലെ അടുത്തൊരു എക്സാമ്പിൾ AMD ക്വാഡ് കോർ, വേറൊരു കമ്പനിയാണ് AMD ക്വാഡ് കോർ എന്ന് പറയുന്ന പ്രോസസ്സറും അതിന് AMD ക്വാഡ് കോർ എന്ന് പറയുന്ന പ്രോസസ്സറും ഈ പറയുന്ന മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ പ്രോസസ്സറിന് എന്താണ് എക്സാമ്പിളാണ്. അപ്പോൾ എക്സാമ്പിൾ ചോദിച്ചാൽ ഇൻറ്റൽ കോർ i3, ഇൻറ്റൽ കോർ i5, ഇൻറ്റൽ കോർ i7, AMD ക്വാഡ് കോർ ആർ എക്സാമ്പിൾസ് ഓഫ് പ്രോസസ്സർ ഓർ മൈക്രോ പ്രോസസ്സർ. അപ്പോൾ ഇതാണെന്ത്? ഒന്നാമത്തെ കമ്പോണൻ്റായ ഹാർഡ്വെയറിലെ ആദ്യത്തെ ഹാർഡ്വെയറായ പ്രോസസ്സർ. അപ്പോൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡേറ്റ പ്രോസസ്സിങ്. കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്, അതെന്തിനു ഉപയോഗിക്കുന്നു? ഡേറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. ഡേറ്റ പ്രോസസ്സിങ് പറഞ്ഞായിരുന്നു, ഡേറ്റയെ ഇൻഫർമേഷനാക്കി മാറ്റുന്നതിനുള്ള ഓപ്പറേഷൻസിനെ എല്ലാം കൂടി പറയുന്ന പേരാണെന്ത്? ഡേറ്റ പ്രോസസ്സിങ്. അപ്പോൾ അങ്ങനെയുള്ള ഈ കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസിനെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ 2 ടൈപ്സ്, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ എന്നും സോഫ്റ്റ്വെയർ എന്നും കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസിനെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്താണ് ഹാർഡ്വെയർ? ഫിസിക്കൽ കമ്പോണൻസ്, ഫിസിക്കലായിട്ടുള്ള കമ്പോണൻറ്റുകൾ ഓർ ടാഞ്ചിബിൾ എലമെൻറ്റ്സ് ആർ കാൾഡ് എന്ത്? ഹാർഡ്വെയർ. ഫിസിക്കലായിട്ടുള്ള എലമെൻറ്റുകളെയോ അല്ലെങ്കിൽ ടാഞ്ചിബിൾ ആയിട്ടുള്ള എലമെൻറ്റുകളെയോ പറയുന്ന പേരാണെന്ത്? ഹാർഡ്വെയർ. എന്താണ് ടാഞ്ചിബിൾ എന്ന് വെച്ചാൽ? ദ എലമെൻറ്റ്സ് ദാറ്റ് വൺ ക്യാൻ സീ, ടച്ച് ഓർ ഫീൽ. കാണുവാനും സ്പർശിക്കുവാനും അറിയുവാനും കഴിയുന്ന ഉപകരണങ്ങളെ പറയുന്ന പേരാണ് എന്ത്? ടാഞ്ചിബിൾ. അപ്പോൾ അങ്ങനെ ടാഞ്ചിബിൾ ആയിട്ടുള്ള എലമെൻറ്റുകളെ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള കമ്പോണൻറ്റുകളെ പറയുന്ന പേരാണ് എന്ത്? ഹാർഡ്വെയർ.
രണ്ടാമത്തെ എന്തായിരുന്നു? സോഫ്റ്റ്വെയർ ആയിരുന്നു. ഈ ഹാർഡ്വെയറിനെ കൊണ്ട് പ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടി സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് യൂസ്ഡ് ടു പെർഫോം എ ടാസ്ക് യൂസിങ് ഹാർഡ്വെയർ ഈസ് കാൾഡ് സോഫ്റ്റ്വെയർ എന്ന് വേണമെങ്കിൽ പറയാം. കമ്പ്യൂട്ടറിനകത്ത് ഒരു പ്രവൃത്തി ചെയ്യാൻ, നമുക്ക് പ്രവൃത്തി ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കമ്പോണൻറ്റുകളാണ് ഏത്? ഹാർഡ്വെയറുകൾ. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് പ്രവൃത്തികൾ ചെയ്യുന്നത് ആരാണ്? ഹാർഡ്വെയറുകളാണ്. ഈ ഹാർഡ്വെയറിനെ കൊണ്ട് പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളെ പറയുന്ന പേരാണെന്ത്? സോഫ്റ്റ്വെയർ. അപ്പോൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് യൂസ്ഡ് ടു പെർഫോം എ ടാസ്ക് യൂസിങ് കമ്പ്യൂട്ടർ ഓർ യൂസിങ് ഹാർഡ്വെയർ ഈസ് കാൾഡ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയറിനെ കൊണ്ടൊരു ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആർ കാൾഡ് എന്ത്? സോഫ്റ്റ്വെയർ. ആ ഹാർഡ്വെയറിൽ ആദ്യത്തെ ഹാർഡ്വെയർ ആണ് നമ്മൾ പഠിച്ചത് പ്രോസസ്സർ. എന്താണ് പ്രോസസ്സർ എന്ന് വെച്ചാൽ? ഒരു കമ്പ്യൂട്ടറിൻ്റെ എന്തായിട്ട് അറിയപ്പെടും? ഇറ്റ് ഈസ് നോൺ ആസ് ദി ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ എന്തായിട്ട് അറിയപ്പെടും? ബ്രെയിൻ ആയിട്ട് അറിയപ്പെടും. ബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ബ്രെയിൻ എന്ന് വെച്ചാൽ തലച്ചോറ്. അപ്പോൾ തലച്ചോറ് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ തലച്ചോറ് ചെയ്യുന്ന പോലെ നമ്മുടെ തലച്ചോറ് എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം ആരും ചെയ്യും? കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറായ പ്രോസസ്സറും ചെയ്യും. എന്തൊക്കെയാണ് ചെയ്യുന്നത്? എല്ലാ പ്രവർത്തനങ്ങളെയും നടത്തുന്നത് ഈ പറയുന്ന പ്രോസസ്സറാണ്. എന്തൊക്കെ പ്രവർത്തനങ്ങൾ? ഓൾ കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷൻ. എല്ലാ കമ്പ്യൂട്ടിംഗ് ഓപ്പറേഷൻ്റെയും ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷനും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണ്? പ്രോസസ്സറാണ്. അപ്പോൾ പ്രോസസ്സർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷൻസ്. രണ്ടാമത് എന്തായിരുന്നു? ഇറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ വർക്കിങ്ങിനെ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യും. ഇറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ് ദി വർക്കിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ വർക്കിങ്ങിനെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി ഇതെന്താണ്? ഇറ്റ് ഈസ് ആൻ IC ചിപ്പ്. ഇതൊരു IC ചിപ്പാണ്. IC ചിപ്പ് മീൻസ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ് വിച്ച് കണ്ടെയ്ൻ മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് അതർ കമ്പോണൻസ് ഫാബ്രിക്കേറ്റഡ് ഇൻ ടു എ സിംഗിൾ സിലിക്കൺ ചിപ്പ്. ഒരുപാട് ട്രാൻസിസ്റ്ററുകളും മറ്റ് കമ്പോണൻറ്റുകളും ഒരു സിലിക്കൺ ചിപ്പിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പിനെ പറയുന്ന പേരാണെന്ത്? ഈ പറയുന്ന പ്രോസസ്സർ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് മൈക്രോ പ്രോസസ്സർ. ഇതിനറിയപ്പെടുന്ന വേറൊരു പേരാണെന്ത്? മൈക്രോ പ്രോസസ്സർ എന്നറിയപ്പെടും. അതിന് എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? ഇൻ്റൽ കോർ i3, കോർ i5, AMD ക്വാഡ് കോർ ആർ എക്സാമ്പിൾസ് ഓഫ് ഏത്? പ്രോസസ്സറിന് എക്സാമ്പിളുകളാണ്.